ഹലോ, എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞിത്താമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബനാന സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നത്? നമുക്ക് നല്ല മധുരമുള്ള പഴമാണ് ഇതിന് ആവശ്യമായിട്ട് ആദ്യം വേണ്ടുന്നത്. ഇപ്പം കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അധികം മധുരത്തിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതൊന്ന് നമുക്ക് സോക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഒക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ധാരാളം അയണും സിങ്കും മഗ്നീഷ്യവും ആൻറ്റി ഓക്സിഡൻറ്റും ഒക്കെ കിട്ടും. ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പഴമാണ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് റോബസ്റ്റിൻ്റെ പഴമാണ്. ഇപ്പം ഒരു പഴം എടുത്തു കഴിഞ്ഞാൽ, ഒരു വലിയ പഴം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 ഗ്ലാസ് സ്മൂത്തിക്കുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഗ്ലാസ് സ്മൂത്തിയാണ് വേണ്ടുന്നത് അതിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് പാലൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പാൽ ഒഴിവാക്കാം. ഞാനിപ്പോൾ പാലൂടെ ചേർത്താണ് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതോടൊപ്പം തന്നെ ഒരു ചെറിയ പഴത്തിൻ്റെ പാതി നമുക്കെടുത്തത് ചെറുതായിട്ടൊന്ന് മുറിച്ച് ഇതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടി മാറ്റിയേക്കാം. ഇനി പഴത്തിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഴങ്ങളായാലും ഉപയോഗിക്കാം. ഞാനിപ്പം എടുത്തേക്കുന്നത് ആപ്പിളാണ് ഡെക്കറേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ സ്മൂത്തി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് തണുവിന് ആവശ്യമായിട്ട് ഐസ് ക്യൂബ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴമോ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് കൊണ്ട് നമുക്ക് അലങ്കരിക്കാം. അതോടൊപ്പം ഞാനിപ്പം ഉണക്കമുന്തിരി കൂടെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നു. അതോടൊപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽത്തി ആയിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ടും ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടാണെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.